രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ നല്ലൊരു നാടൻ റെസിപ്പിയാണ്. കപ്പ ഉപ്മാവും അതിന് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുമാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഈ കപ്പയും ചമ്മന്തിയും കാണുമ്പോൾ തന്നെ എല്ലാവരുടെ വായിലും വെള്ളം ഊറുണ്ടാവുമെന്നറിയാം. ഇപ്പോൾ ഈ ഒരു സമയത്താണല്ലോ കപ്പയൊക്കെ നന്നായിട്ട് ഫ്രഷായിട്ട് കിട്ടാറ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ കപ്പ ഉപ്മാവ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു 3-4 പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മണ്ണ് പോണ വരെ കഴുകിയെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു രീതി. അതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ നിൽക്കണ ഇടം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് പിന്നെ ഈ ഒരു വെള്ളം ഒഴിച്ചു കളയേണ്ടതുമാണ്. കപ്പയിൽ കട്ടുണ്ടാവും, അത് നമ്മൾ എടുക്കാൻ പാടില്ല. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. നിങ്ങളുടെ കപ്പയുടെ വേവിനനുസരിച്ച് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്താലേ ഈ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് പറഞ്ഞ് ഒരുപാട് പേസ്റ്റ് പോലെയും ആവരുത്, എന്നാലോട്ട് കൂടി നിൽക്കുകയും വേണം. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ഈ കപ്പയിലെ വെള്ളമെല്ലാം ഈ സ്ട്രെയിനറിലൂടെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു മത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഒരുപാട് ഉടയ്ക്കരുത്, ഇടയ്ക്ക് കടിക്കണ പോലെയും വേണം. അപ്പോൾ ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചൂടായതും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടാം. അതിനുശേഷം 2 സവാള പൊടിയായി അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 2-3 കപ്പലമുളകും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കപ്പയിൽ ഓൾറെഡി ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, അത് കണ്ട് വേണം ഇതിലിടാനായിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പുണ്ടോയെന്ന് കൂടെ ചെക്ക് ചെയ്യണം. ഉപ്പില്ലെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 കപ്പ് നന്നായിട്ട് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തേങ്ങയൊക്കെ എത്രത്തോളം ഇടണോ അത്രയും ടേസ്റ്റ് കൂടും. എന്നിട്ട് ഫൈനലായിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഡിഷ് ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എല്ലാവർക്കും അറിയണ പോലെ മീൻ വേണമെങ്കിൽ കഴിക്കാം. ഞങ്ങളിതിന് ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് പച്ചമുളക് കൊണ്ടാണ്. പച്ചമുളകിൻ്റെ ചമ്മന്തി കുറേ വേരിയേഷനിൽ ചെയ്യാം. ഈ ഒരു കപ്പ ഉപ്മാവിന് ഈ ഒരു ചമ്മന്തിയാണ് മാച്ച്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയ ശേഷം 4-5 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിനി ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഒരുപാട് അരയേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പാതിയായിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു ചമ്മന്തിയാട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചമുളക് ഇട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ നമ്മുടെ കപ്പ ഉപ്മാവും അതുപോലെ തന്നെ പച്ചമുളക് ചമ്മന്തി റെഡിയായി. എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും ഈ മഴക്കാലത്ത് കഴിക്കാനൊരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.